നിങ്ങൾ ആരെ വേണേൽ വിളിച്ച് പ്രാർത്ഥിച്ചോ, ആരെ 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 വേണമെങ്കിൽ വിളിച്ചോ. ചില ആളുകൾ മുത്തപ്പനെ വിളിക്കാറുണ്ട്, അയ്യപ്പനെ വിളിക്കാറുണ്ട്, ശ്രീകൃഷ്ണനെ വിളിക്കാറുണ്ട്, മറ്റ് പല ദൈവങ്ങളെയും വിളിക്കാറുണ്ട്, പല ആൾ ദൈവങ്ങളെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ വിളിക്കുന്നവരുണ്ട്, മറിയം ബീവിനെ വിളിക്കുന്നവരുണ്ട്, അങ്ങനെ 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 എക്സെട്ര നിരവധി. ഇപ്പോൾ പല സംസ്കാരത്തിലും ഒരുപാട് കോടിക്കണക്കിന് ദൈവങ്ങളുണ്ടെന്ന് പറയപ്പെടാറുണ്ട്. പക്ഷെ ആരെ വിളിച്ചാലും നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടും. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് നടക്കും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത ഒരു സുഹൃത്തിൻ്റെ ചോദ്യം, അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിനൊരു ആൺകുട്ടി ജനിച്ചു. അപ്പോൾ അദ്ദേഹം പറയാം, എനിക്ക് പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് പെൺകുട്ടി ജനിച്ചില്ലല്ലോ. അപ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ട് പരാതികൾ. പലപ്പോഴും കിട്ടിയതിൽ സംതൃപ്തിപ്പെടാതെ പരാതിപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, നമ്മളുടെ അറിവ് വളരെ പരിമിതമാണ്. എത്ര കണ്ട് നമ്മൾ പഠിക്കുന്നുവോ നമുക്കറിയാം. ഇപ്പോൾ ശാസ്ത്രീയമായി നിരവധി ഒരുപാട് വീഡിയോ നമ്മൾ കാണാറുണ്ട്, നിരവധി പഠനങ്ങൾ നടക്കാറുണ്ട്. എത്ര പഠിച്ചാലും, എത്ര വലിയ ശാസ്ത്രത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളോട് ചോദിച്ചാലും അവർ പറയും, ഞാൻ പഠിച്ചത് വളരെ കുറച്ചാണ്. എന്നാൽ ഒന്നും അറിയാതെ പഠിച്ച ജാഹിലുകൾ പറയും, അനക്കെല്ലാം അറിയാതെ നടക്കുന്ന ആളുകളുണ്ടാകും, പക്ഷെ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ പഠിച്ച് പോകുന്നത് പോലും നമ്മൾ വളരെ കുറച്ചാണ്, മൈനോട്ടാണ് പഠിച്ചത്, വളരെ കുറവാണ്. ഇപ്പോൾ തലച്ചോറിനെ കുറിച്ച് തന്നെ പഠിക്കുന്ന പഠനങ്ങൾ പറയപ്പെടുന്നത് നമ്മൾ ഭയങ്കര പണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ആയിരക്കണക്കിന് സെല്ലുകളുണ്ട്, അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സെല്ലുകളുണ്ട് പ്രവർത്തിക്കുന്ന, അങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ പഠിക്കും പോലെ നമ്മൾക്ക് പഠിച്ചത് വളരെ കുറവാണ്. അങ്ങനെ ഏത് വിഷയവും. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരോട് പ്രാർത്ഥിച്ചാലും ഉത്തരം നൽകുന്നവൻ ഒരേ ഒരുവനാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആകാശഭൂമികൾ തമ്മിൽ, ഇപ്പോൾ നമുക്കറിയാം, ആകാശത്തെ ഒരു തൂണുകൾ പോലും ഇല്ലാത്ത ആകാശമാണ്. അതിലൊരു തൂണ് നമ്മളെ കണ്ണുകൊണ്ട് കാണാതെ ഒരു തൂണ് പോലും ഇല്ല. നമുക്കറിയാം, ചെറിയൊരു പുര കെട്ടുമ്പോൾ നമുക്ക് എത്ര പില്ലർ കൊടുക്കണം അതിന്? ചെറിയൊരു ബിൽഡിംഗ് കെട്ടും, ഒരു കാർ പാർക്ക് മാത്രം കെട്ടുകയാണെങ്കിൽ തന്നെ പോലും വേണ്ട പിന്നെ നമ്മൾ മോട്ടറൊക്കെ വെക്കാൻ വേണ്ടി ഫസ്റ്റ് വീട്ടിലൊരു ഇത് കെട്ടുമല്ലോ, അതിന് പോലും നമ്മളൊരു മേൽക്കൂര കൊടുക്കും. ആ മേൽക്കൂരൊക്കെ പോലും എത്ര തൂണുകളുണ്ട്, എത്ര ചുമര് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്ര വലിയ ആകാശത്തെ നമ്മൾ കാണുന്നില്ലേ? ആ ആകാശത്തെ, അതുപോലെ ആകാശ നക്ഷത്രങ്ങൾ, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, അതിൻ്റെ ഒക്കെ ക്രമം അനുസരിച്ചുള്ള സഞ്ചാരം. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ഇത്ര സുഖസുന്ദരമായി നമ്മൾ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? കൃത്യമായി സാധിക്കുന്നുണ്ട്. നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സൂര്യൻ ഉദിക്കുന്നതുകൊണ്ട് ആ സമയത്താക്കിയല്ല, നമ്മൾ സമയം സെറ്റാക്കി വെച്ചല്ല, മറിച്ച് സൂര്യൻ കൃത്യമായി ഉദിക്കുന്നതും കൊണ്ട് നമുക്ക് സമയം കറക്റ്റാണ്. സൂര്യൻ 6:05 പറഞ്ഞാൽ 6:05, ഇത്ര മണിക്ക് അസ്തമിക്കുന്ന അതേ സമയത്ത് ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയില്ല. അതെല്ലാം ഒരാളല്ല ചെയ്യുന്നത്, 2-3 ആളുകൾ ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ കുഴപ്പമുണ്ടാകുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നന്മയ്ക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു, അതുപോലെ ദോഷത്തിന് വേണ്ടി. ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരാൾക്ക് ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ പിതാവോട് ഇങ്ങനെ പറയുകയാണ്, കാരണം സ്വന്തമായി ബിസിനസ് കാര്യങ്ങളൊന്നുമില്ല, കാരണം ചെറുപ്പക്കാരനാണ്, പഠിക്കുന്നത്ര അല്ലെങ്കിൽ. അപ്പോൾ ഒരു ബൈക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാകും. അപ്പോൾ നിരന്തരമായി ഇങ്ങനെ പിതാവിനോട് പറയുമ്പോൾ പിതാവ് വാങ്ങിച്ചു കൊടുക്കുന്നില്ല. പിതാവിനറിയാമ്പോൾ ഭയങ്കര ഓവർ സ്പീഡ് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും, ഒരു പക്വത എത്തിയിട്ടില്ല എന്നുള്ള ഇത് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പിതാവ് എന്തുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കാത്തത്? അങ്ങനെ അതേപോലെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചിലപ്പോൾ ദോഷത്തിന് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആൺകുട്ടി വേണം, ഒരു പെൺകുട്ടിയാണ് ജനിച്ചത്, ആൺകുട്ടിയാണ് ആഗ്രഹിച്ചത് ഇദ്ദേഹം. പക്ഷേ ആൺകുട്ടി ജനിച്ചാൽ എന്താകും എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പല വീഡിയോ നമ്മൾ കാണാറുണ്ട്, വൃദ്ധസദനത്തിൽ പിതാവിനെ കൊണ്ടാക്കാം, പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുക. ഈ അടുത്ത കാലത്ത് ഒരു മാതാവിനെ മർദ്ദിക്കുന്ന വീഡിയോ ഉണ്ട്, നമുക്ക് ഭയങ്കര വിഷമമുണ്ടായി. ആ വീഡിയോ എടുത്തോടെ കിട്ടിയതെല്ലാം വരെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ, ആ വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് ഒരു ഇതാക്കാമായിരുന്നു. ഒരു സ്ത്രീ സ്വന്തം മാതാവിനെ ഇങ്ങനെ അടിക്കുക, തലമുളയെ കരയുന്നുണ്ട് ആ മാതാവ്, വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തിലുള്ള മാതാവ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവിടെ നമുക്കൊരു ആൺകുട്ടി ജനിച്ചു, പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ആ പെൺകുട്ടി കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാകും. നമുക്ക് നന്മ എന്താ? നമുക്ക് ഏറ്റവും ഹൈർ എന്താ? ആൺകുട്ടി ജനിക്കലായിരിക്കും ആ മനുഷ്യന്. അതേപോലെ പെൺകുട്ടി ജനിച്ചാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുക, ആൺകുട്ടി ജനിച്ചാൽ അങ്ങനെ ചിന്തിക്കുക, ആൺകുട്ടി അവനായിരിക്കും ഹൈർ. നമുക്ക് ഭാവിയിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, ഒരുപാട് നമുക്ക് സംഭവിച്ച് നമ്മൾ പ്രായമാകുമ്പോൾ നോക്കും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അതുപോലെ പെൺകുട്ടിയാണെങ്കിലും, ഇപ്പോൾ ആൺകുട്ടി പ്രതീക്ഷിച്ചു പെൺകുട്ടി ജനിച്ചാലും അതേപോലെ
അല്ലെങ്കിൽ പെൺകുട്ടി പ്രതീക്ഷിച്ചു ആൺകുട്ടി ജനിച്ചു. കാരണം നാളെ എന്ത് സംഭവിക്കും, മറ്റന്നാൾ എന്ത് സംഭവിക്കും നമുക്ക് ഒരിക്കലും അറിയില്ല. നമുക്ക് വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇവർ നമ്മൾ നോക്കും. പെൺകുട്ടികൾ 2 പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരുപാട് നോക്കിയ ആളുകൾ ചരിത്രം നമുക്ക് കാണാം. പക്ഷേ 3 പെൺകുട്ടികൾ നോക്കി വളർത്തി നല്ല രീതിയിൽ വായിച്ചു, അവർക്ക് സ്വർഗ്ഗമുണ്ട്. അതുപോലെ 2 പെൺകുട്ടിയാണെങ്കിലും അവർ നല്ല രീതിയിൽ നോക്കി പഠിപ്പിച്ചു, വളർത്തിയെടുത്തു, നല്ല കല്യാണം കഴിപ്പിച്ച് ഒരു സ്വർഗ്ഗമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ലഭിച്ചതിൽ സംതൃപ്തി, പൂർണ്ണ തൃപ്തി അടയാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ നമുക്ക്, ഇപ്പോൾ പറയാറില്ലേ, താഴെ ലെവലിലേക്ക് നിങ്ങൾ നോക്കൂ, എങ്കിൽ മാത്രമേ നിങ്ങളെ ഗുണം അറിയും. മുകളിൽ ലെവലിലേക്ക് നിങ്ങൾ നോക്കുക. ഇപ്പോൾ യൂസുഫ് അലിനെ പോലത്തെ വലിയ വലിയ ബിസിനസ്സുകാരും വലിയ വലിയ പൈസക്കാരെ നോക്കിയിട്ട് നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ബേജാറാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളെക്കാളില്ലാത്ത സൈക്കിളിൽ പോകുന്നവനെ കാണുമ്പോൾ അവന് സൈക്കിളില്ല ഭാഗത്തിന്, നമുക്ക് ബൈക്കങ്ങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് കാറുണ്ട്, എനിക്ക് ബൈക്ക് തരുമോ, അല്ലെങ്കിൽ നമുക്ക് കാറെങ്കിലും ഉണ്ടല്ലോ. അല്ലാതെ കാറിൽ പോകുമ്പോൾ ഹെലികോപ്റ്ററിൽ പോകുന്നവന് എനിക്ക് ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ ബേജാറാക്കിയാൽ നമുക്ക് ബേജാറേ ഉണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മൾ ചിന്തിക്കാൻ തന്നെയാണ്. അതേപോലെ നമ്മളെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്താണ് ഗുണം അതാണ് നമുക്ക് ദൈവം നൽകുന്നത്. നമുക്കെന്താണ്, നമുക്കൊരു വാഹനം എടുക്കണം, ഭയങ്കര ആഗ്രഹമുണ്ട് വാഹനം എടുക്കണം, ഒരുപാട് കാലമായുള്ള സ്വപ്നമാണ്. പക്ഷേ ആ വാഹനത്തിൽ അപകടം ഉണ്ടാവില്ല, നമുക്കൊന്നും അറിയില്ല. പക്ഷേ ആ വാഹനം നമുക്ക് കിട്ടിയില്ല, ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനുള്ള പക്വത, മെച്യൂരിറ്റി, നീ അതിനുള്ളൊരു കഴിവ്, അത് കൊണ്ട് നടക്കേണ്ട കഴിവും ശക്തിയും നിനക്കായിട്ടില്ല. അതാകുമ്പോഴേക്കും നിന്നിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇതാകാണ്ട് കുറച്ചും കൂടി സാമ്പത്തിക, ചില ആളുകൾ പറയാറുണ്ട് 2 കാർ മേടിക്കേണ്ട പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാർ വാങ്ങിച്ചോളൂ. ഐ റിപ്പീറ്റ്, 2 വാഹനം മേടിക്കേണ്ട പൈസ ഉണ്ടെങ്കിൽ ഒരു വാഹനം മേടിച്ചു. അത് അന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയും ക്ലിയറായിട്ട്. കാരണം ഈ വാഹനം കൊണ്ട് നമുക്ക് പോകുമ്പോൾ എപ്പോഴും എൻ്റെ ലോൺ എടുക്കേണ്ട ടെൻഷൻ, എന്നെ പോലെ ആണെങ്കിൽ ലോൺ എടുക്കേണ്ട ടെൻഷനാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് അതിപ്പോൾ മാസമാവും ഇപ്പോൾ അടക്കണം എന്നാണ് വിചാരിക്കുകയാണെങ്കിൽ, അതിനേക്കാൾ നല്ലത് ലോൺ കാര്യമൊന്നുമില്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുപോലെ എല്ലാത്തിലും നമുക്ക് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഉള്ളത് കൊണ്ട്. അതുപോലെ പ്രാർത്ഥനയ്ക്ക് 3 വശങ്ങളുണ്ട്. ഒന്നിക്ക് എല്ലാ പ്രാർത്ഥനയും നിനക്ക് ഇരുന്ന് ഉത്തരം നൽകപ്പെടാം. ചിലപ്പോൾ കുറച്ച് കാത്തിക്കേണ്ടി വരും, ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇന്ന് ചോദിച്ചാൽ അപ്പം തന്നെ കിട്ടില്ല. നമ്മൾ കുട്ടികളെ കാണാറില്ല, നമ്മൾ കുട്ടികൾ ഒരു കാര്യങ്ങൾ ചോദിക്കും, അതുപോലെ പ്രാർത്ഥിക്കുക. ചെറിയ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആ കുട്ടികൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കുട്ടികൾ നിരന്തരമായി ചോദിക്കും പിതാവിനോട് മാതാവിനോട്, മുട്ടായി, ആ ബിസ്ക്കറ്റ് ആ പാത്രത്തിലുണ്ട്, അതിലുണ്ട്, എനിക്കറിയാം, അതിലുണ്ട്, കൊണ്ട ചോദിക്കുക. കാരണം ബിസ്ക്കറ്റാണ്, മധുരമാണ്, എത്ര കൊടുത്തുകൂടാ കുഞ്ഞിക്ക്, അതൊക്കെ ഉമ്മാക്കറിയാം, കുഞ്ഞിക്കറിയില്ല. അതിപ്പോൾ ഒരു കൺട്രോൾ ചെയ്ത് വെക്കും, ഇത്ര സമയമാകുമ്പോൾ കൊടുക്കുക, ഇത്ര സമയമാകുമ്പോൾ കൊടുക്കാനായിട്ട്. അതേപോലെ അവൻ എന്താണ് ഗുണം എന്താണ് ദോഷം എന്ന് മാതാവിനറിയാം, പിതാവിനറിയാം, അതുകൊണ്ട് ആ സമയത്ത് കൊടുക്കാത്ത. പക്ഷേ ആ കുട്ടി ചോദിക്കുന്നത് എങ്ങനെയാണ്? നിരന്തരം ചോദിക്കും, ഒരുപാട് ചോദിച്ച് ലാസ്റ്റ് താഴെ വീണ് തെരഞ്ഞ് ചോദിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇനിത് കാണാൻ കഴിയാം എന്ന് വിചാരിച്ച് കൊടുക്കും. അതേപോലെ നമ്മൾ ദൈവത്തോട് നിരന്തരമായി ചോദിച്ച് ആത്മാർത്ഥമായി കരഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ദൈവം തരും, നമുക്ക് കിട്ടും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആരോടെങ്കിലും ചോദിച്ചാൽ നൽകുന്നവരാണ്. പക്ഷേ പല മകാമുകളിലും പല ആർത്തി കേന്ദ്രങ്ങളിലും അതുപോലെ പല സ്ഥലങ്ങളിലും പല അമ്പലങ്ങളിലും പല സ്ഥലത്തും ആളുകൾ പോയി ചോദിക്കാറുണ്ട്. പക്ഷേ എങ്ങനെ പോയി ചോദിച്ചാലും എനിക്ക് ഇങ്ങനെ പോയി ചോദിച്ചു കുട്ടിയെ കിട്ടിയില്ല, അവിടെ ചോദിച്ചു കുട്ടിയെ കിട്ടിയില്ല, ഇവിടെ ചോദിച്ചു കുട്ടിയെ കിട്ടില്ല, അവസാനം ഞാൻ ഇന്നടത്തേക്ക് നേർച്ചാക്കിയപ്പോൾ കുട്ടിയെ കിട്ടിയെന്ന് ചില ആൾ പറയാറുണ്ട്. അപ്പോൾ സംഭവം എന്താ? ഇതൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. ആർക്ക് എങ്ങനെ ചെയ്താലും നൽകുന്ന ഒരുവനാണ്. അല്ലെങ്കിൽ ഇവിടെ പോയിട്ടാകുമ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ കിട്ടണ്ടേ, ഇവിടെ പോയിട്ടാകുമ്പോൾ അവന് കിട്ടി. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ചില ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയും. ചില ആളുകൾ ഇപ്പം നമുക്കറിയാം, ഒരു അതിന് ഈ ദുനിയാവിൽ നൽകുന്നതിന് മതമോ അല്ലെങ്കിൽ ജാതിയോ ആരോട് ചോദിക്കുന്നു ഒന്നും ഒരു പ്രശ്നമേ അല്ല. അത് ഒരു വിഷയമായിട്ട് വരുന്നില്ല. പക്ഷേ വലിയ തെറ്റാണ് ദൈവമല്ലാത്തവരോട്, യഥാർത്ഥ ദൈവത്തോടെല്ലാം മറ്റുള്ളവരോട് ചോദിക്കുന്നത് വലിയ തെറ്റാണ്, ചെറുക്കാണ്. എൻ്റെ ചെറുക്കല്ല മുന്നറിയും, ചെറുക്ക് ഭയങ്കരമായ പാവമാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളുണ്ട്, ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, എല്ലാ മതവിഭാഗക്കാരുണ്ട്, മതമില്ല എന്ന് പറയുന്ന ആളുണ്ട്, നമുക്ക് നിരീശ്വരവാദികൾ. അപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെയുള്ള പ്രസംഗം പറയുന്ന ആളുകൾ പോലും ഇല്ലേ, അങ്ങനെയല്ല, എന്ത് ദൈവവിശ്വാസം, എന്ത് ഈ നൂറ്റാണ്ടിൽ ഒരുപാട് ലോകം സഞ്ചരിച്ചിട്ട് വരെ വന്നിട്ട് പറഞ്ഞെന്താ ഒരാൾ, ഈ നൂറ്റാണ്ടിലൊക്കെ ഇതൊക്കെ വിശ്വസിക്കാൻ ആളുണ്ടോ എന്നല്ല ചോദിച്ചത്. നമുക്കറിയാം, ആൾ ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ആളുകൾക്ക് പോലും ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വാഹനമുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, സമ്പാദ്യമുണ്ട്. അവർ തെങ്ങ് വെച്ചാലും തേങ്ങയാന്ന്, മാങ്ങ വെച്ചാൽ മാങ്ങയാന്ന്, അല്ലേ, പ്ലാവ് കായ്ച്ച ചക്കയാന്ന് അവരവിടെയും. അപ്പോൾ അവിടെ ദൈവം നൽകുന്നതിന് ഒരു മതത്തിൽപ്പെട്ടല്ല. അതായത് ദുനിയാവിന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവിനൊരു വിലയില്ല ദൈവത്തിൻ്റെ കയ്യിൽ. ഈച്ചൻ്റെ ചിറകിൻ്റെ വില പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. കാരണം അത്ര വാല്യൂ ഈ ഭൂമിയിലെ ഇതിനൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ നിഷേധിക്കും വെള്ളം കൊടുക്കുകയും കടുത്ത നിഷേധികൾക്ക് പോലും വെള്ളവും വായുവും വെള്ളവും സൗകര്യങ്ങളും സൂര്യനും ചന്ദ്രനും അതിൻ്റെ കിരണങ്ങൾ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഒരു പ്രത്യേകിച്ച് അതിനൊരു ഇത് വെച്ചിട്ടില്ല. വിശ്വസിക്ക് മാത്രമേ കൊടുക്കൂ. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല ദുനിയാവിൽ, ഈ ഭൂമിയിൽ അങ്ങനത്തെ സംഭവമേ ഇല്ല. വിശ്വസിച്ചവന് മാത്രമേ കൊടുക്കൂ, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചവന് മാത്രമേ കൊടുക്കൂ എന്നൊരു ദൈവം ഒരു കണ്ടീഷൻ വെച്ചിട്ടേ ഇല്ല. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം.
അതേപോലെ നിരന്തരമായി ചോദിക്കുക, കുട്ടി ചോദിക്കുന്ന പോലെ നിരന്തരമായി ദൈവത്തോട് ചോദിക്കുക, അപ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ കുറച്ച് വെയിറ്റ് ചെയ്യുക, ധൃതി പിടിക്കരുത്. ആരാണോ ധൃതി പിടിക്കുന്ന അവന് ചിലപ്പോൾ കിട്ടില്ല. ധൃതി പിടിക്കരുത്, സാവകാശം. കാരണം എന്താ, ഇപ്പം നിനക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്, ഒരു 5 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്, സ്ഥലം എടുക്കണം, 5 ലക്ഷം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും 5 ലക്ഷം, പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു പെട്ടെന്ന് അപ്പുറത്ത് കടമൊക്കെ വാങ്ങി നമുക്ക് ആക്കാം പൈസ, സംഭവം വേറെ വിഷയം. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മളെ തന്നെ സമ്പാദ്യം വേണം, നമുക്ക് ബിസിനസ്സൊക്കെ ഡെവലപ്മെൻ്റ് ആക്കണം, കൂടണം, എന്നിട്ട് നമ്മളെ തന്നെ സമ്പാദ്യം തന്നെ കിട്ടണം എന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദീർഘമായിട്ട് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും അതിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, ഏതൊരു പ്രാർത്ഥന, ഇപ്പോൾ നമുക്ക് മുഅ്ജിസത്തിൻ്റെ കറാമത്തിൻ്റെ വലിയ വലിയ ചരിത്രങ്ങൾ വായിക്കുന്ന സമയത്ത് പോലും മൂസാ നബിയോട് പറഞ്ഞു കടൽ പിളർക്കാവുന്ന സന്ദർഭം, വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞു. ശരിയോ, വടി കൊണ്ട് അടിച്ച് അത്ര ആവും. പക്ഷേ അവിടെ അതുപോലെ അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. മറിയം ബീവിൻ്റെ ചരിത്രം, മറിയം ബീവി ഗർഭിണിയായ സമയത്ത് ഒരു ഈത്തപ്പഴത്തിൻ്റെ മരം കുടിച്ച് കുലിക്കാൻ പറഞ്ഞു. ഈത്തപ്പഴം ഒരു ഗർഭിണി സ്ത്രീ കുടിച്ച് കുലിക്കാൻ എത്ര മാത്രം ഉണ്ടാവും, പക്ഷേ അവിടെ പോലും അത്രമാത്രം ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ പരിശ്രമിക്കേണ്ട, നമ്മൾ പരിശ്രമിക്കുക, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ മരുന്ന് കുടിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് മെഡിസിൻസുകളുണ്ട്. ഈ മെഡിസിൻസ് ഇന്ന് കുടിച്ചാൽ ഇന്നാക്കും. ഓക്കെ, ഇപ്പോൾ മെഡിക്കൽ സയൻസ് പറയുന്നത് എന്താ, പൂർണ്ണമായിട്ടും മരുന്നാണോ മാറ്റുന്നത്? അല്ല, കുറച്ചോ അവൻ്റെ ശരീര പ്രതിരോധ ശേഷി. ചില ആളുകൾക്ക് ഒരേ പനീൻ്റെ മരുന്ന്, ചില ആളുകളെല്ലാം ഫലിക്കും, എല്ലാം ഒരേ തന്നെ. ചില മരുന്ന് കുടിച്ചു, അല്ലെങ്കിൽ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, ഒരു പാങ്ങായിട്ടില്ല. വേറെ അടുത്തും വന്നു അതേപോലെ അസുഖമായിട്ട് വന്ന് 2 ദിവസം കടന്നില്ല, ഒരു ദിവസം അവൻ്റെ പാങ്ങായിട്ട് പോയി. അങ്ങനെ സംഭവിക്കില്ലേ? ആ മെഡിക്കൽ സയൻസ് അവരെന്നെ പറയുന്നത് എന്താ, അത് പൂർണ്ണമായിട്ട് ഷിഫേൻ്റെ പകുതി മാത്രമേ മരുന്നുള്ളൂ, ബാക്കി അവൻ്റെ ദൈവനിശ്ചയം, അതുപോലെ അങ്ങനെയൊക്കെ അവർ പറയാറ്. അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ശരീര പ്രതിരോധ ശേഷി അങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരു വിധി പറയും. ഇപ്പോൾ സാധാരണ ലാസ്റ്റ് ഡോക്ടർമാർ പറയുന്നത് എന്താ, ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി പല സീനിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ലാസ്റ്റ് ഇനി ദൈവത്തെ വിളിച്ചു, നമുക്ക് ചെയ്യേണ്ടല്ലോ ചെയ്തിന്, അവർ പരമാവധി ചെയ്തിന്, പ്രാർത്ഥിച്ചൊന്നും പറയുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ പ്രാർത്ഥിക്കാൻ ധൃതി കൂട്ടരുത്. പിന്നെ നമുക്ക് നാളെ എന്ത് സംഭവിക്കും, മറ്റന്നെന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താണോ അനുയോജ്യമായത് അതാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി, നമ്മൾ സ്വത്താണെങ്കിൽ സ്വത്ത്, സമ്പത്താണെങ്കിൽ സമ്പത്ത്. ചിലപ്പോൾ ചില ആളുകൾ സമ്പത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് ഭയങ്കര സമ്പത്തില്ലാത്ത ഭയങ്കര വിഷമിക്കും. അപ്പോൾ നിസ്കാരം, നിലയും, മൂത്തും, ദുആവും, ദിക്റും, ഒരുപാട് നല്ല സൽക്രമങ്ങളായിട്ട് ദൈവത്തോട് ഒരുപാട് അടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരുപാട് സമ്പത്ത് അവന് കിട്ടിയ ശേഷം, ഒരുപാട് സമ്പത്ത് കിട്ടി, ഒരുപാട് ബിസിനസ്സായി, ഒരുപാട് അവിടെ ബിസിനസ്, ഇവിടെ ബിസിനസ്, അപ്പോൾ തിരക്കായി. അപ്പോൾ ദൈവത്തിൽ നിന്നും മെല്ലെ അകലാൻ കഴിയും. പക്ഷേ ഇതാർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് അങ്ങനെ ഇത് അറിയുന്നത് കൊണ്ട് ദൈവം നമുക്ക് കുറച്ച് സമ്പത്ത് തരും. സമ്പത്ത് ഒരുപാട് കിട്ടിയാൽ നമ്മൾ പയച്ചു പോകുന്നുണ്ടെങ്കിൽ കുറച്ച് സമ്പത്തേ ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് സമ്പത്തില്ല, ഉണ്ട്, അവർ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ചില ആളുകൾക്ക് ഒരുപാട് സമ്പത്ത് കൊടുക്കുന്നില്ലേ. അപ്പോൾ ഞാൻ പറയാം, സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ബിസിനസ് ക്ലാസ്സിലൊക്കെ ചില ആളുകൾ പറയാറുണ്ട്, പണത്തിന് അങ്ങനത്തെ ഒരു ഇതില്ലാന്ന്. പണത്തിന് അങ്ങനത്തെ ഇതില്ല. കാരണം കള്ള് വിറ്റ് പൈസ ആക്കുന്ന ആളുണ്ട്, അല്ലെങ്കിൽ വേറെ മോശ രീതിയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മോശ രീതിയിൽ പൈസ ആക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഞ്ചാവ്, കള്ളക്കടത്തുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ മോശമായ സാധനങ്ങളൊക്കെ വിറ്റ് പൈസ ആക്കുന്നവരില്ലേ. സമ്പത്തിന് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സമ്പത്താക്കുന്നില്ലേ, ശരി, അങ്ങനെ സമ്പത്താക്കുന്നവരുണ്ട്. അവരുടെ അവസ്ഥ നാളെ മോശമാണ്. അപ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതം മോശമായിരിക്കും. അതേപോലെ ഒരുപാട് സമ്പത്ത് നമ്മൾ മോശമാണെങ്കിൽ നമുക്ക് സമ്പത്തില്ലാതല്ലേ നല്ലതെന്ന് നമ്മൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടുന്ന് ലോണൊക്കെ എടുത്തൊരു വീട് കെട്ടിയ ആളുകൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഒരുപാട് വർഷം അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചു, ഒരുപാട് ആഡംബരമായിട്ട് കല്യാണം കഴിച്ചു, ഒരുപാട് ലക്ഷങ്ങൾ കടാക്കി. ഈ അടുത്ത കാലത്ത് ഒരു മോട്ടിവേറ്ററിനോട് ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് വിവാഹം ചെയ്തിട്ട് ഒരുപാട് കടായി, ഭയങ്കര ബുദ്ധിമുട്ട്. വിവാഹം ചെയ്തിട്ട് ഹണിമൂൺ പോകാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് വേണ്ടി ഭാര്യ ഭർത്താവ് തമ്മിൽ ചിലവഴിക്കാൻ ക്യാഷില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ മംഗലൊക്കെ ചെറുങ്ങനെ കഴിച്ചിട്ട് ബാക്കി പൈസ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അടിച്ച് പൊളിക്കാൻ. അതുപോലെ അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ ലോണൊന്നും എടുക്കാതെ ചെറിയ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാൻ വീട്ടിൽ അങ്ങനെയല്ല ചിന്തിക്കുക, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുക. അതുപോലെ നമുക്ക് നാളെ എന്ത് സംഭവിക്കും, മറ്റന്നെന്ത് സംഭവിക്കുമെന്ന് അറിയില്ല പ്രാർത്ഥിക്കുന്ന സമയത്ത്. പക്ഷേ പ്രാർത്ഥന കേൾക്കുന്നവന് ഇത് പൂർണ്ണമായി അറിയാം. നമ്മുടെ നാളെ എന്ത്, മറ്റന്നെന്ത്, പിറ്റെന്നെന്ത്, നമ്മളെ ഭാവി എന്ത്, ഭൂതം എന്ത്, ഭർത്താവ് എന്ത്, അല്ലെങ്കിൽ ഇന്നലെ എന്ത് സംഭവിച്ചു അവൻ്റെ ജീവിതത്തിൽ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ അറിവ് പരിപൂർണമാണ്. അതുപോലെ മനുഷ്യൻ്റെ അറിവ് വളരെ പരിമിതമാണ്. ഇത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് മൊത്തം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 3 കണ്ടീഷൻ ഉണ്ടാവും. ഒന്നുകിൽ ഇവിടെ തന്നെ ഉത്തരം നൽകും, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് നീട്ടിവെക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നാളെ പരലോകത്ത് വെച്ച് ഉത്തരം നൽകപ്പെടും, എല്ലാ പ്രാർത്ഥനയ്ക്കും. അപ്പോൾ ആ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ വെച്ച്,
അപ്പോൾ അവൻ പറയും, ഞാൻ വീണ്ടും മരിച്ചു പോയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടാതിരിക്കുകയും, അതായത് ആ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ലാതിരിക്കുകയും, എൻ്റെ ജീവിതത്തിൽ ഒന്നും ഒരു മാറ്റമില്ലാതിരിക്കുകയും, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ജീവിച്ചാലും ഞാൻ പ്രാർത്ഥിച്ചതിനൊന്നും ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വെച്ച് ചെല്ലുമ്പോൾ പരലോകത്ത് വെച്ച് ഇവിടെ നിന്ന് കിട്ടിയ ഇത് മതിയായിരുന്നു, ഇവിടെ വെച്ച് കിട്ടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അവൻ അവിടെ വെച്ച് ചിന്തിക്കും. അവിടെ വെച്ച് അവൻ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കും.